പിതാവായാൽ പോലും ഇത്ര കൃത്യമായി പണം തരുമോ എന്ന് ഞാൻ ശങ്കിച്ചു പോയി. ഈ 14 കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു മാസം അവരുടെ ഒരാവശ്യത്തിനും നേരം വൈകിയില്ല. ബാഫക്ക് തങ്ങളുടെ സ്കോളർഷിപ്പിൽ പഠിച്ച കാരണത്താൽ ആ സഹിയായ മഹാമനുഷ്യന്റെ കയ്യിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു ബാപ്പയാണെങ്കിൽ പോലും ഇത് കൃത്യമായി കൊടുക്കില്ല എന്ന് പോലും ഞങ്ങൾ പലപ്പോഴും സൂക്ഷിച്ചു. ഞാൻ ബികോം പാസ്സായപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി വീട്ടുകാർ തിടുക്കം കൂട്ടി. അപ്പോൾ ബാപ്പക്ക് തങ്ങൾ എന്നെയും കൊണ്ട് എംപ്ലോയ്മെന്റ് ഓഫീസറുടെ അടുത്ത് ചെന്നു. 5000 ഉറുപ്പിക കെട്ടിവെച്ചാൽ ഉദ്യോഗമുണ്ടെന്ന് ഓഫീസർ പറഞ്ഞു. മാസാന്തം 500 രൂപ ശമ്പളം കൊടുക്കുമെങ്കിൽ ആ തുക കെട്ടിവെക്കാമെന്ന് തങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഞാൻ അലിഗഡ് പഠനം കഴിഞ്ഞു വന്നപ്പോൾ ഫാറൂഖ് കോളേജിൽ തങ്ങൾ എനിക്കൊരു ജോലി ശരിപ്പെടുത്തി. ഓക്കെ, പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബിനെ സ്മരണം എല്ലാം ചെയ്തു തങ്ങൾ. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈതി ഹല്ല മഅൽ അശ്ബാലി ഫി അജമി. മുസ്തഫ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പെൺകടുവ സ്വന്തം പുലിക്കുട്ടികളെ സംരക്ഷിക്കും പോലെയാണ് പുണ്യ റസൂൽ ഉമ്മത്തിനെ സംരക്ഷിച്ചത്. അതായിരുന്നു ആ മനുഷ്യന്റെ ജീവിത രീതി. എത്രയോ അതൊന്നും തങ്ങളെ സംബന്ധിച്ചിടത്തോളം മതം പഠിപ്പിക്കാൻ മദ്രസകളും ഭൗതിക വിദ്യാഭ്യാസാധിഷ്ഠിതമായ പഠിത്തത്തിന് കോളേജുകളും നിഷ്ഠമായ ഭൗതിക വിദ്യാഭ്യാസത്തിന് സ്കൂളുകളും കലാലയങ്ങളും സ്ഥാപിക്കാൻ ബാപ്പക്ക് തങ്ങൾ മുൻകരുതിയിട്ടുണ്ടായില്ല. മലബാറിൽ അലിഗഡായി തീർന്ന ഫാറൂഖ് സ്ഥാപിക്കാൻ ആദ്യമായി ഫീസ് പൈസ കൊടുത്ത് തങ്ങളാണ്. ഒരിക്കൽ ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തങ്ങൾ തന്റെ കാറ് വിറ്റ് 10,000. ഫറൂഖുകാർക്ക് പോലും ഇപ്പം അത് അറിയുമാവോ? സ്വന്തം കാറ് വിറ്റ് 10,000 ഉറുപ്പിക കൊടുത്തു. തങ്ങളെ ചോരയിലുണ്ടാക്കിയതാണ് ഫറൂഖ് കോളേജ്. എത്ര മോനെ? കാറും 10,000. അങ്ങനെ കാറും കൊടുത്ത് 10,000 ഉറുപ്പിക. ഫറൂഖരൻ ഇവിടെ ഉണ്ട്. ഫറൂഖരൻ പറഞ്ഞു. എന്നാൽ ആ സ്ഥാപനത്തിലുള്ളവർക്കൊക്കെ തന്നെയും ഇപ്പോഴതൊക്കെ മറന്നോ? അവർക്കതൊക്കെ ഓർമ്മ ഉണ്ടാവോ എന്ന് സംശയം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ബെഞ്ചിലിരിക്കുന്നവർക്കൊന്നും ആ ഓർമ്മയില്ല. പലർക്കും ആ ഓർമ്മയില്ല. അവർ ബെഞ്ച് സ്ഥാപിക്കുകയാണെങ്കിൽ ബാഫക്കത്തങ്ങൾക്ക് വേണ്ടി ഒരു ബെഞ്ച് സ്ഥാപിക്കാൻ വേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും. ബാഫക്കത്തങ്ങളെ പറ്റി പഠിക്കാൻ സന്നദ്ധയുള്ളവർക്ക് ഒരു വിശാലമായ ഹയാത്ത്, ഒരു യഥാർത്ഥ മൂമിനിന്റെ മലബാറി മൂമിനിന്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഹയാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാസുഖി, അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാസുഖിയുടെ ജീവിതമാണെന്ന്. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ. സംഭവം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യന്റെ ആനുകൂല്യം കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യന്റെ സേവനങ്ങൾ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൊടുത്തിരുന്നു. എപ്പോഴും റമളാൻ 7 എല്ലാവർക്കും വസ്ത്രം കൊടുക്കും. റമളാൻ അവസാനിച്ചാൽ പിന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാരെയും കൂട്ടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മഹല്ല് പള്ളിയിൽ കൂടുന്ന 30ഓളം പരിസരത്തുള്ള വീട്ടുകാർക്ക് നിർബന്ധമാണ് പെരുന്നാളിന്റെ അതിരാവിലെ നാസ്ത കഴിക്കാൻ തങ്ങളെ വരയിൽ വരണം. രാവിലെ നാസ്ത ഉണ്ടാക്കും. ആ നാസ്ത കഴിച്ചിട്ട് പിന്നെയാണ് പെരുന്നാൾ ഖുതുബക്ക് വേണ്ടി ചെറിയ നാളിന് പോവുക. നീളക്കുപ്പായം എല്ലാ കുട്ടികളും വലിയ നീളക്കുപ്പായിട്ട് തങ്ങളെ പിന്നാലെ പോവും. തക്ബീർ ചൊല്ലിപ്പോവും. അതൊരിക്കൽ മനോരമ കൊടുത്ത അതിന്റെ പടം തങ്ങള് തന്റെ മഹല്ല് പള്ളിയിലേക്ക് കുട്ടികളെയും കൂട്ടി തക്ബീർ ചൊല്ലിപ്പോകുന്ന ചിത്രം മനോരമ പ്രസിദ്ധീകരിച്ച സംഭവം ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ ഹംസ ബാഫക്ക് ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു. തക്ബീർ ചൊല്ലി അങ്ങനെ പോവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ 30 വീടുകളിലും തങ്ങളൊന്ന് കയറി ചെല്ലും. പെരുന്നാൾ പള്ളി കഴിഞ്ഞാൽ പിന്നെ നേരെ പുറത്തിറങ്ങാം മറ്റു വീടുകളിലേക്ക്. രാവിലെ 8 മണിക്ക് പെരുന്നാൾ ഖുതുബ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുമ്പോഴത്തിന് 2 മണിയാവും.
പിന്നെ എല്ലാവരും തങ്ങളെ കൂടെ ഒരു വലിയ ലോകം ഉണ്ടാവും. പിന്നെ സ്വന്തം പെരയിൽ ഉച്ചഭക്ഷണം. ഇതാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക്. ആ മനുഷ്യന്റെ വിരുന്ന് സൽക്കാരം സ്വീകരിച്ചവരും കാത്തവരുണ്ടായിരുന്നില്ല. NSSന്റെ ശില്പിയാണല്ലോ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ കൊണ്ടുപോയ ഒരു സംഭവമുണ്ട്. മന്നത്ത് പത്മനാഭൻ തങ്ങൾ ഒരുക്കിയ വിരുന്നിന്റെ ചന്തം കണ്ടിട്ട് മന്നത്ത് പത്മനാഭൻ അന്തം വിട്ടുപോയി. ഏത് നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ അതിഥി ഉണ്ടായെങ്കിലേ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ബാഫക്ക് തങ്ങളുടെ ആതിഥ്യം അനുഭവിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ അപൂർവമാണ്. മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ ബാഫക്ക് തങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നു. ആ സൽക്കാരത്തെക്കുറിച്ച് കൊയിലാണ്ടിയിലെ മുസ്ലിം ലീഗ് നേതാവ് M. അബ്ദുള്ളക്കുട്ടി അനുസ്മരിക്കുന്നു. കൊയിലാണ്ടിയിലുള്ള വിശിഷ്ടമായ എല്ലാ അപ്പത്തരങ്ങളും തീൻമേശയിൽ വിളമ്പിയിരുന്നു. തനിക്ക് മുമ്പിൽ കുമിഞ്ഞുകൂടിയ അപ്പവൈവിധ്യം കണ്ട് മന്നം അത്ഭുതപ്പെട്ടുപോയി. അതിവിശിഷ്ടമായ ചട്ടിപ്പത്തിരി, മുട്ടപ്പത്തിരി, കടലപ്പത്തിരി, പെട്ടിപ്പത്തിരി, തുർക്കിപ്പത്തിരി, മുട്ട മസാല, മുട്ട സുർക്ക, അമീറപ്പം എന്നിത്യാദി പരമ്പരാഗത മാപ്പിള വിഭവങ്ങൾ, അവയിൽ ഓരോന്നിന്റെയും പ്രത്യേകതകൾ ബാഫക്ക് തങ്ങൾ തന്റെ വിശിഷ്ടാതിഥിയായ മന്നത്ത് പത്മനാഭനെ വിവരിച്ചു കൊടുത്തു. കോഴിക്കോട്ട് പഴയ ഒരു ആചാരത്തിന്റെ ഭാഗമായി ഒരു പള്ളിയിൽ അപ്പവാസ നേർച്ച നടക്കുന്ന ഉത്സവവും തങ്ങൾ വിശദീകരിച്ചു. ഒരു വലിയ അപ്പത്തിന്റെ പട തന്നെ NSSന്റെ ശില്പിയായ മന്നത്ത് പത്മനാഭന്റെ മുന്നിൽ തങ്ങളാണ് നിരത്തി. തങ്ങളുടെ ആതിഥ്യം അനുഭവിക്കാത്ത ഒരാളില്ല. അതാണ് അതൊന്നും ഇസ്രാഫാണ്. അതെല്ലാം ഒരു ക്രാമാണ്, അതൊരു ബഹുമാനിക്കലാണ്. അതിൽ തന്റെ അതിഥി ആരോടും തങ്ങൾക്കുണ്ടായിരുന്ന, അതുകൊണ്ടാണ് കേരളത്തിലെ സമുദായങ്ങളെ തുന്നിച്ചേർത്ത പട്ടുനൂൽ മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കയാണ്. ഇവിടെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും വിശാലമായ മനസ്സാ തങ്ങളെ മനസ്സ്, വിശാലമായ മനസ്സാ. ആ മനസ്സാണ് നേരത്തെ പറഞ്ഞത്. ആ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജുമാ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് തങ്ങളാണ്. ഇന്നും ആ പള്ളിയുടെ ചുമരിൽ ശിലാഫലകമുണ്ട്. ശിലാസ്ഥാപനം നടത്തിയത് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ പിന്നെ ഇവിടെ കലാപുണ്ടോ? ഇന്നത് പറഞ്ഞാൽ പോലും എന്തൊക്കെ നടക്കുന്നു പറയാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം വലിയ മനുഷ്യന്മാർ പോയപ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഇതിനെ കുറിച്ച് പ്രയാസമുണ്ട്, പക്ഷേ ചരിത്രം സാക്ഷിയാണ്. ഏതായാലും പള്ളികൾക്ക് ശിലാഫലകം ഉണ്ടാകുന്നതും ഒരു ഭാഗ്യമായി എന്നെനിക്ക് തോന്നി ഇന്നലെ രാത്രി. കാരണം ആ ശിലാഫലകം ഉണ്ടായിരുന്നില്ലെങ്കിൽ പലരും അത് നിഷേധിക്കും. ഞാനിത് പറയാൻ വന്നതാണ്, പക്ഷേ ഒരു നിമിത്തം പോലെ അത് ഷാജിയും പറഞ്ഞു. അല്ലേ, ഷാജി അത് പറഞ്ഞല്ലോ. തിരൂരങ്ങാടി മുജാഹിദിന്റെ മലയാളത്തിലെ ഖുതുബ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫക്ക്. ആ തങ്ങളാ തറക്കല്ലിട്ടത്. ഇന്നും PMSMA കോളേജിലെ പള്ളി അതാണ്. ആ പള്ളിയുടെ ശിലാഫലകം ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നിൽക്കുക. ഉറുക്കും നൂലും മന്ത്രവും മൗലൂദും അതും ചിന്തിക്കണം. ആ വിഭാഗത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ശിർക്കൻ വാദങ്ങളുടെ ഒക്കെ തന്നെ ഒരുതരം പൊള്ളത്തരവും ഇതിൽ നിന്ന് മനസ്സിലാവും. ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കാൻ വേണ്ടിയല്ല അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവരൊക്കെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്നെപ്പോഴും മനുഷ്യരായ ഒരു പരസ്പരം ഉൾക്കൊണ്ടു എന്നതാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് ഒരേ കാറിൽ രണ്ടാൾ യാത്ര ചെയ്യും. ഒന്ന് MK ഹജി, ഒന്ന് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. MK ഹജി മുജാഹിദിന്റെ കേരളത്തിലെ ഒരു ശില്പി. അദ്ദേഹത്തിനെ വീട്ടിൽ ഇറക്കിയിട്ട് പട്ടിക്കാട് കോളേജിലേക്ക് പോകും ബാഫക്ക് തങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വലിയ ആളുകൾ. ഒരാള് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അവർ ആ മഹാൻ കേരളത്തിലെ സുന്നത്യമായത്തിന്റെയും സമസ്തയുടെയും മഹാനായ നേതാവാണ്. ഒരാൾ KM മൗലവി. കേരളത്തിലെ മുജാഹിദിന്റെ ജീനിയസ് എന്ന് പറയാവുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KM മൗലവിയാണ്. രണ്ടാൾ കോഴിക്കോട്ട് വന്നാലും തങ്ങളെ വരെ പാർക്കും. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട്ട് വന്നാൽ തങ്ങളുടെ മാളികയിലാണ് താമസിക്കുക. KM മൗലവി മുജാഹിദിന്റെ ശില്പിയായ KM മൗലവി കോഴിക്കോട് വന്നാലും തങ്ങളുടെ മാളിക തന്നെ താമസിക്കുക. രണ്ടാളും. ഇത് ചരിത്രത്തിലെ കൗതുകകരമായ, ഇന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാൻ മാത്രമുള്ള വിധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന
ഒരു വിശാലമായ ഒരു മനസ്സ് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ അർത്ഥം ആരും ആരുടെ ആശയവും വലിച്ചെറിയണമെന്നല്ല. മനുഷ്യരായി കാണുന്നതിലും മുസ്ലിമീങ്ങളായി കാണുന്നതിലുമൊക്കെ അവർക്ക് ഒരു പ്രത്യേകമായ രീതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്റെയോ നിങ്ങളെയോ താല്പര്യമല്ല ഇവിടെ ചെയ്യിക്കേണ്ടത്. ഒരു മഹാനിലൂടെ ലോകത്തിൽ നിന്ന് കിട്ടിയ സത്യസന്ധമായ വിവരണമാണ് ഇത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ഇക്കൊല്ലം തന്നെ എന്നോട് ചോദിക്കണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇതിലെ പല സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നെ വിസ്തരിച്ചാൽ എനിക്ക് സാക്ഷി തരാൻ കഴിയില്ല. ഇതിനൊക്കെ സാക്ഷി ഇന്നുണ്ട്. ബാഫക്ക് തങ്ങൾ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ സ്വന്തം വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചത് കണ്ട സാക്ഷികൾ ഇന്നുണ്ട്. ബാഫക്ക് തങ്ങൾ മുജാഹിദ് വിഭാഗത്തിന്റെ കേരളത്തിലെ ശില്പിയായ കെ മൗലവിയെ വീട്ടിൽ അനവധി തവണ അതിഥിയാക്കിയിരുന്നതിന് സാക്ഷിയായ ആളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിയൂല. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഗത്ഭ നേതാവ് NP അബ്ദുസ്സലാം മൗലവി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മനസ്സാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, MK ഹജ്ജ് വന്നാലും ആ കൂട്ടത്തിൽ നിന്ന് ഹജ്ജ ചെല്ലേണ്ടി വരും. പിന്നെ അത് ഹജ്ജ ചെല്ലൂല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അതാണല്ലോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെയും ഒരു രീതി ഇങ്ങനെ തന്നെയായിരുന്നു. പൂക്കോയത്തങ്ങൾ മഹ്മൂമായി കെ മൗലവി ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് കേരളത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജീനിയസ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ നേതാവ് കെ മൗലവിയാണ്. കെ മൗലവി തങ്ങൾ മഹ്മൂമാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് കെ മൗലവി മുന്നോട്ടോടി. ഇതൊക്കെ ചരിത്രത്തിലെ അനർഘമായ സാക്ഷ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചുരുങ്ങിയിട്ട് നമ്മളൊരു കല്യാണത്തിന് വിളിക്കണമെങ്കിൽ പോലും ഇന്ന് ആളെ എണ്ണും. മിക്കവാറും 3-4 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളും തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. 2-3 കൊല്ലം എങ്ങനെ പോകും? പിന്നെ നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളെ നമ്മളാണ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെയാണ് മുണുങ്ങുന്ന അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവും. ആ അവസ്ഥയിലേക്ക് നമ്മൾ ചെറുതായതിന്റെ വള്ളി വെട്ടാനാണ് അള്ളാഹു റഹ്മത്തുള്ളാക്ക് നാവ് തന്നത്. അത് ഞാൻ വെട്ടുന്നതാണ്. അത് വെട്ടിയത് ശരിയാക്കിയാലേ ഉമ്മത്തിന് എന്നാവുള്ളൂ. ഈ വിശാല മനസ്കതയാണ് ലോകം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ആ മനുഷ്യന് കഴിഞ്ഞത്. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം മുട്ടിപ്പോക്കാണ്. മുട്ടിപ്പോക്കിനെ പറ്റി കേട്ടിട്ടില്ലേ? അതായത് അക്കാലത്തെ ജനസംഘക്കാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകും. അനവധി ആളുകൾ അതിന്റെ പേരിൽ മരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം കുറഞ്ഞ ജനങ്ങൾ അവർ മുട്ടിപ്പോകും. തിരിച്ച് മുസ്ലിമീങ്ങൾ എടുത്തു ചാടും, കൊലപാതകങ്ങൾ നടക്കും. പോലീസ് വെടിവെക്കും. മിക്കവാറും വെടി കിട്ടുന്നത് മുസ്ലിമീങ്ങൾക്കായിരിക്കും. ഒരുപാട് ഈ കോഴിക്കോടിന്റെ പരിസരത്താണല്ലോ നടുവട്ടം. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഈ മുട്ടിപ്പോക്ക് കേരള ചരിത്രത്തിൽ നിർത്തിയ ആൾ മഹാനായ ബാഫക്കയാണ്. ബാഫക്ക് തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അതാണ് നിങ്ങൾ ബാഫക്ക് തങ്ങൾ ഹിന്ദുക്കളെയും നടുവട്ടത്ത് പ്രകോപിതരായി നിൽക്കുന്ന ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എന്തും സംഭവിക്കാവുന്ന സ്ഥലത്തേക്ക് ബാഫക്ക് തങ്ങൾ ചെന്നു. എന്നിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു, മുട്ടിപ്പോകാലോ. പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകാൻ ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരു വിരോധമല്ല. ആർക്കും മുട്ടിപ്പോകാവുന്നതാണ്. പിന്നെ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തെ ബഹുമാനിക്കാൻ നമ്മൾ നിർബന്ധിക്കല്ല വേണ്ടത്. അവരെ സംസ്കാരത്തിൽ നിന്ന് അവർ സ്വയം ഉൾക്കൊള്ളണം. പിന്നെ മുട്ടിപ്പോകാൻ ജനസംഘക്കാർക്ക് ലജ്ജയായി തിരിഞ്ഞുപോയി. പറഞ്ഞത് മനസ്സിലായില്ല. തങ്ങൾ അതിന് സ്വീകരിച്ച നയം ചിന്തിക്കണം. പ്രകോപിതരായി നിൽക്കുന്ന ആളുകളുടെ നടുവിലേക്ക് തങ്ങളാണ് ചെന്നു. തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഒരു പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകുന്നതിന് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു വിരോധമല്ല. ഞാൻ അനവധി പണ്ഡിതന്മാരോട് അന്വേഷിച്ചു. ശരീഅത്തിൽ എവിടെയെങ്കിലും പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകാൻ പാടില്ല എന്ന് ഒരു കിതാബിലും എഴുതിയതായി കാണുന്നില്ല. അതുകൊണ്ട് പള്ളിയുടെ മുന്നിലൂടെ ആർക്കും മുട്ടിപ്പോയാലും ഇസ്ലാമിക ശരീഅത്തിന് ഒരു നഷ്ടവും സംഭവിക്കില്ല. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇന്നലെ 992 ബാബരി മസ്ജിദിന്റെ പ്രശ്നം നടന്നത് പോലെ പ്രകോപിതമായ ഒരു സാഹചര്യമായിരുന്നു മുട്ടിപ്പോക്കിന്റെ പ്രശ്നം. അനവധി ആൾ അതിന്റെ പേരിൽ മരിച്ചിട്ടുണ്ട്. ഈ നടുവട്ടത്ത് മരിച്ചിട്ടുണ്ട്, പയ്യോളിയിൽ മരിച്ചിട്ടുണ്ട്, മണത്തലയിൽ മരിച്ചിട്ടുണ്ട്.
മണത്തലയിൽ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കേളപ്പൻ പോലും പറഞ്ഞിട്ട് ജനങ്ങൾ സ്വീകരിച്ചില്ല. അവസാനം ബാഫക്ക തങ്ങളെ കൊണ്ടുപോയി. ബാഫക്ക തങ്ങൾ ചാവക്കാട് ഗസ്റ്റ് ഹൗസിൽ രണ്ട് വിഭാഗം RSSകാരെയും മുസ്ലിമീങ്ങളെയും വിളിച്ചുകൂട്ടി മാന്യമായ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മധ്യസ്ഥൻ, രണ്ടു കൂട്ടക്കാർക്കും മധ്യസ്ഥൻ, രണ്ടു കൂട്ടർക്കും സമ്മതനായ മധ്യസ്ഥൻ. അതാണ് മഹബ്ബത്തൻ ഫീ ഖുലൂബിന്നാ. മധ്യസ്ഥത പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. വിഷയം തീർന്നിട്ടില്ല. വേഗം തങ്ങൾ ഇരിക്കട്ടാന്ന് പറഞ്ഞ് എണീറ്റു. തങ്ങളുടെ കയ്യിൽ നിന്ന് ബാഗിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ കിണ്ടിയെടുത്തു. നേരെ ഒന്നു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഒന്നു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ തങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അപ്പൊ കേളപ്പൻ ചോദിച്ചു, എന്റെ തങ്ങളെ നിസ്കാരം കഴിഞ്ഞോ? പറഞ്ഞു, ബാത്റൂമിൽ വെള്ളമില്ല. അപ്പോഴത്തേന് ജനസംഘക്കാർക്ക് ബേജാറായി. ജനസംഘക്കാർ പരിസരത്തെ വീട്ടുകാർ RSSകാരാ, അവർ തന്നെ പാത്രം വാങ്ങി ഓടി. പാത്രം വാങ്ങി ഓടിയിട്ട് അവർ ആ പാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്നു. തങ്ങളെ കയ്യിൽ തങ്ങൾ വാങ്ങാൻ നോക്കുമ്പോൾ RSS പ്രവർത്തകന്മാർക്ക് വാശി, തങ്ങൾ വാങ്ങാൻ പാടില്ല, ഞങ്ങൾ ഒഴിച്ചു തരും. അസർ നിസ്കാരത്തിന് ഒന്നു ചെയ്യാനുള്ള വെള്ളം RSS ഒഴിച്ചു കൊടുത്തു. തങ്ങൾ അവര് നിശബ്ദരായിരുന്ന ഗസ്റ്റ് ഹൗസിൽ തങ്ങൾ സ്കരിച്ചു. രമ്യമായി അനവധി ആളുകളെ മരണത്തിനിടയായ സംഭവം. നിസ്സാരമായ ഒരു അസർ നിസ്കാരത്തിന്റെ അപ്പുറപ്പുറം നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ്, ഒരു അസർ നിസ്കാരത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായി നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ് തങ്ങൾ അന്തരിച്ചു. വിഷയം പറഞ്ഞു. കോഴിക്കോട് വന്നാൽ തങ്ങൾ വിശ്രമിക്കാനിരുന്നത് കാർഡിയോളജിസ്റ്റായിരുന്ന രാമചന്ദ്രന്റെയും ജാനകിയുടെയും വീട്ടിലായിരുന്നു. ജാനകിയുടെയും രാമചന്ദ്രനെയും വീട്ടില് തങ്ങൾക്ക് ഇരിക്കാനും ദിക്ർ ചെല്ലാനും ഒരു മുറി ഉണ്ടായിരുന്നു. തളിക്ഷേത്രത്തിൽ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പ്രശ്നം നടന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തങ്ങൾ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് അങ്ങാടിപ്പുറത്തേക്ക് പോയത്. ആ പ്രശ്നം പരിഹരിച്ച് തിരിച്ചു വന്നു. പയ്യോളിയിൽ 1952 അനവധി മനുഷ്യർ, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും കശാപ്പ് ചെയ്യപ്പെട്ടു. ഗാന്ധിയന്മാർ എന്ന് പറയുന്നവർ പോലും അന്ന് മേളത്തിലൊളിച്ചു ഇറങ്ങിച്ചത് സയ്യിദ് റഹ്മാൻ ബാഫക്കറ്റാണ്. ധൈര്യം കയ്യിൽ പിടിച്ചുകൂട്ടി ഇറങ്ങിപ്പോരും, കൂടെ പിടിച്ചുകൂട്ടി കേരളം കണ്ട ഏറ്റവും വലിയ നാവിന്റെ ഉടമക്കാരനെ കൂട്ടി CH മുഹമ്മദ് കോയ സാഹിബിനെ. പയ്യോളിയിൽ ചെന്നിറങ്ങിയപ്പോൾ മനുഷ്യർക്ക് കഠാരയാ മനുഷ്യന്റെ കയ്യിൽ പോലീസ് തങ്ങളോട് വാക്ക് പറഞ്ഞു, തങ്ങളെ വരാൻ പാടില്ലായിരുന്നു. തങ്ങൾ പറഞ്ഞു, മരിക്കാൻ പേടിയുള്ളവരോടല്ലേ നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുന്നു. എനിക്ക് മരിക്കാൻ പേടിയില്ല, ഞാൻ മരിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും. തങ്ങൾ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ നിങ്ങൾ ബേക്കാറല്ലേ, നിങ്ങൾക്ക് ഞാനിവിടെ വന്നതിലുള്ള ബുദ്ധിമുട്ട്, പ്രൊട്ടക്ഷൻ വേണ്ട, നിങ്ങളൊരു തുറന്ന ജീപ്പും ഒരു മൈക്കും എനിക്ക് തരണമെന്നാണ്. പോലീസുകാർ തുറന്ന ജീപ്പും മൈക്കും കൊടുത്തു. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും താമസിക്കുന്ന ഏരിയകളിൽ പോയിട്ട് തങ്ങൾ മൈക്കിലൂടെ കരഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. കേരള ഗവർണർ പ്രസ്താവന ഇറക്കി. ബാഫക്കയുടെ കണ്ണുനീരാണ്. മദ്രാസ് ഗവർണർ മദ്രാസിൽ രാജാജി പ്രസംഗിച്ചു. അന്ന് മദ്രാസിയുടെ മുഖ്യമന്ത്രി രാജാജി പ്രസംഗിച്ചു. ബാഫക്കയുടെ കണ്ണുനീരാണ് കേരളത്തിൽ സമാധാനം ഉണ്ടാക്കിയത്. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ചെന്ന സ്ഥലത്ത് പ്രസംഗിക്കാനൊന്നും ആ മനുഷ്യൻ ഒരു പ്രഭാഷണ കലയുടെ വൈദഗ്ധ്യമുള്ള ആളായിരുന്നില്ല. കഠാരയും കുപ്പിക്കഷ്ണങ്ങളും കല്ലും വലിച്ചെറിയും മനുഷ്യരെ, നമുക്കൊന്ന് മനുഷ്യരായി കൂടെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ, നമ്മളൊക്കെ ഒന്നല്ലേ എന്ന് പറഞ്ഞ് തങ്ങളത് കരഞ്ഞു. കരഞ്ഞ മനുഷ്യർ, ആ കരച്ചിൽ കണ്ട് വിടുമ്പൽ കണ്ട മനുഷ്യർ മുഴുവനും തങ്ങൾ കഠാരയേറിയതിന്റെ പേരിൽ ലജ്ജിച്ചു ചെന്നതായിട്ട് മുസ്ലിം ഹിന്ദുവിനോടും ഹിന്ദു മുസ്ലിമിനോടും മാപ്പ് പറഞ്ഞ് കരഞ്ഞു. തങ്ങൾ മടങ്ങിപ്പോന്നു. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക. ഹൈസ്കൂളിൽ നടുമുറ്റം കാണാത്ത മനുഷ്യൻ, കേരള ചരിത്രത്തിൽ സമാധാനത്തിന്റെ നേർവര. ആ കസേര ഇന്നും ഒഴിഞ്ഞു കിടക്കുക. ആ കസേരയിലേക്ക് ഇന്ന് വിരൽക്കറിയില്ല. ആ മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ വഴി മാത്രം. ആ മനുഷ്യൻ എന്ത് ചെയ്തു? 600 പവന്റെ സ്വർണത്തിന്റെ വില ഈ തെർബിയത്തുണ്ടാക്കാൻ നടന്ന് കൊടുത്ത മനുഷ്യൻ അനവധി രാത്രികളിൽ ചായപ്പീടികളിൽ ചായപ്പീടികകളിൽ അന്ത്യം. സമസ്തയും
വിദ്യാഭ്യാസ ബോർഡും മുസ്ലിം ലീഗും ഉണ്ടാക്കാൻ വേണ്ടി പള്ളിയും മദ്രസയും ദർസും ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ തെക്കും മുടക്കും ബസ്സും സൗകര്യമില്ലാത്ത നാടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വാഹനം കൊടുക്കാൻ അവർക്കുമില്ല. തങ്ങൾക്കാണെങ്കിൽ ഗൗരവമായ ചില പ്രശ്നങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴത്തിന് കോഴിക്കോട്ട് മടങ്ങിപ്പോയി. അവസാനം എത്തുന്ന അവസാനത്തെ സ്ഥലത്ത് ചായപ്പേടിയകളിൽ കൊതുകിന്റെ കടി കൊണ്ട് കിടന്നു. കേരളത്തിൽ കണ്ട കോഴിക്കോടിന്റെ സുൽത്താൻ ചിന്തിക്കണം. അതാണ് സീതത്രാൻ ബാപ്പക്ക്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതാണ് സീതത്രാൻ ഒരിക്കൽ അലിക്കുഞ്ഞ സാഹിബ് പറയാ, പൊന്നാനിയിൽ ഞാനും തങ്ങളും ഒരു ലീഗ് യോഗത്തിന് പോയി. കോഴിക്കോട്ട് നിന്ന് തീവണ്ടിക്ക് പോയി തിരൂരിൽ ഇറങ്ങി. അന്ന് കുറ്റിപ്പുറം പാലം പണി തീർന്നിരുന്നില്ല. ചിന്തിക്കണം അക്കാലത്തെ പറ്റി. തിരൂരിൽ നിന്ന് കണ്ടക്ടറുടെ ഔദാര്യത്തിന് വിധേയനായി ബസ്സിന്റെ പിൻസീറ്റിലിരുന്നു. ഇന്നത്തെ റോഡുമല്ല അന്ന്. ബസ് കുണ്ടിലും കുഴിയിലും വീഴുമ്പോൾ ബാബക്ക് തങ്ങളുടെ തല ബസ്സിന്റെ ടോപ്പിന് മുട്ടിക്കൊണ്ടി. ഓവർലോഡായിരുന്ന ബസ്സിൽ യാത്രക്കാരുടെ ഇരിപ്പിടം ബാപ്പക്ക് തങ്ങളുടെ മടിയോളം എത്തി. ആ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചു ചമ്രവട്ടത്തെത്തി. അവിടെ നിന്ന് മറ്റൊരു ബസ്സിന് പൊന്നാനിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ബസ്സും വണ്ടിയും കിട്ടാത്തതിനാൽ ചമ്രവട്ടത്ത് ഒരു ചായപ്പേടികയുടെ മുറ്റത്ത് ഒരു ബെഞ്ചിന്മേൽ തങ്ങൾ കിടന്നു. പിന്നെ നമുക്ക് വണ്ടിയില്ലെങ്കിൽ പോവില്ല, കാറില്ലെങ്കിൽ യാത്രയില്ല. ആ കേരളത്തിന്റെ സുൽത്താൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, അള്ളാഹ് മനുഷ്യൻ ലക്ഷ്യം എല്ലാം കയ്യിലുണ്ടായിട്ടും അള്ളാഹ്ക്ക് വേണ്ടി അനുഭവിച്ചു. മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്ക് ചെയ്ത പ്രവർത്തനത്തിന് കയ്യും കണക്കുമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ വളരെ പരിമിതമായതുകൊണ്ട്. മുഅ്മിനീങ്ങളെ, ഇനി ആ മനുഷ്യനെ പറ്റി പറഞ്ഞ് ഞാനത് മനുഷ്യന്റെ മരണം മാത്രം പറയാം. 1972 അവസാനം ഹജ്ജിന് പോകുന്ന സംഭവം മാത്രം പറയാം. അത് മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണത്തിന്റെ എൻ്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നൽകിയ അസുലഭമായ ഈ അവസരം ഞാനിതാ വാക്കുകൾ അവസാനിക്കുന്നില്ല. എന്നാൽ വാക്കുകൾ മാത്രമാണ് അവസാനിക്കുന്നത്, ആശയവും ഇനിയും നീണ്ടു കിടക്കുക. ഈ ആശയങ്ങളിൽ ഒന്നും തുന്നിച്ചേർക്കേണ്ടതില്ല. വാക്കുകളുടെ അനങ്ങാത്ത അണമുറിയാത്ത പ്രവാഹത്തിന്റെ പാരാവാരം നിങ്ങൾ വിദ്യാർത്ഥികളെ സ്വയം കണ്ടെത്തി തുന്നിച്ചേർക്കേണ്ടതാണ്. നമ്മൾ ഒരു ബാഫക്കയായി ജീവിക്കേണ്ടതാണ്. അതിന് നമ്മൾ നമ്മുടെ വട്ടവും ഭാഷയും നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവും. നമ്മുടെ മഹാന്മാരായ മുൻഗാമികളിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ മതിയാവും. ഈ മരണസംഗതി മാത്രം, മരണത്തിന്റെ വേള മാത്രം പറഞ്ഞ് അല്ലാഹു അനുഗ്രഹം കൊടുത്തില്ലേ. ഖദീജ ബീവിയാണ് പ്രസവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ആ ഖദീജ ബീവിയുടെ കൽച്ചുവട്ടിൽ ഖാസിമിന്റെയും ഹബീബായ റസൂലുള്ളാഹിയുടെ പേരാണ് അബുൽ ഖാസിം. കാരണം റസൂലുള്ളാഹിക്ക് ആദ്യമായി ഉണ്ടായ കുട്ടിയുടെ പേര് ഖാസിം എന്നാണ്. ഖാസിമിന്റെയും റളിയല്ലാഹു അൻഹു മുസ്തഫ റസൂലുള്ളാഹിയുടെ സഹധർമ്മിണി ഖദീജത്തുൽ കുബ്രയുടെയും കാലിന്റെ ചുവട്ടിലാണ് സയ്യിദ് റഹ്മാൻ ബാഫക്കയുടെ പേര്. ഒരു മനുഷ്യന് അല്ലാഹു നൽകാവുന്ന, ഒരു മലയാളിക്ക് അല്ലാഹു നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരം 1973 ജനുവരി 1-ാം തീയതി ബാഫക്ക് തങ്ങൾ തന്റെ 26ാമത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. പ്രധാനപ്പെട്ട അഭിപ്രായം 26 ഹജ്ജാണ്. 26 മക്കളാണ്, 26 ഹജ്ജാണ്. അവസാനത്തെ ഹജ്ജിന് പോകേണ്ട തങ്ങളെന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ തങ്ങളോട് പറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു. അത് വരില്ല, 45 ഗുളിക വേണ്ടിയിരുന്നു. 45 ഗുളികക്ക് കുറിച്ച് കൊടുത്തിരുന്നു. ആ ഗുളിക വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഹംസ ബാഫക്കയെ പറഞ്ഞയച്ചു. അപ്പോൾ ഹംസ ബാഫക്ക് കോഴിക്കോട് ആകെ തിരഞ്ഞിട്ട് 19 ഗുളിക കിട്ടിയുള്ളൂ. ഉപ്പാനോട് വന്ന് പറഞ്ഞു, ഉപ്പ കോഴിക്കോട്ട് 19 ഗുളികയുണ്ട്, രാമചന്ദ്രൻ എഴുതി തന്ന ഗുളിക 19 വരുള്ളൂ. അതുകൊണ്ട് ബാപ്പ ബോംബെയിലെത്തിയിട്ട് വിമാനം കയറുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഗുളിക വാങ്ങണം. അപ്പോൾ നെല്ലെ ഹംസ ബാഫയുടെ കാതിൽ പറഞ്ഞു, മോനെ ബാക്കിയുള്ള ഗുളിക വേണ്ടി വരില്ല എന്നാണ്. 19ാമത്തെ ദിവസം മരിച്ചു. 19 ഗുളിക 19ാമത്തെ മോനോട് പറഞ്ഞു, ബാക്കി നീ ഗുളിക വേണ്ടി വരില്ല എന്നാണ്. മമ്മൂക്കൈ ആ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, നിർബന്ധമായിട്ട് നിങ്ങൾ വരണം. പുറപ്പെട്ടതിൽ പിന്നെ പലതവണയും പറഞ്ഞു, മമ്മിക്കയ്ക്ക് ഇനി ഒറ്റക്ക് മടങ്ങാനാണ് വിധി എന്ന് പറഞ്ഞു.
ബഹുമാനപ്പെട്ട ബാബക്ക് തങ്ങളുടെ അവസാനത്തെ ആ യാത്ര ഞാൻ അല്പഭാഗം മാത്രം നിങ്ങൾ 12-ാം തീയതി വെള്ളിയാഴ്ച ഹറമിൽ ജുമഅക്ക് വരുമ്പോൾ തങ്ങൾ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആലിക്കുഞ്ഞിയുടെ സഹായത്തോടു കൂടെയാണ് നടന്നു വന്നത്. ബാബക്ക് തങ്ങളുടെ സന്തതസഹചാരിയായ ആലിക്കുഞ്ഞി സാഹിബ് എഴുതിയ ലേഖ അറഫയിൽ നിർവഹിക്കേണ്ടത് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മുസ്ദലിഫയിൽ രാത്രി പകുതി കഴിയുന്നത് വരെ താമസിക്കുകയും സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സുന്നത്ത് നമസ്കരിച്ച് അവിടെ നിന്ന് കല്ല് പെറുക്കി മിനയിലെത്തി. അവിടെ മുത്തവഫ് അബ്ദുറഹ്മാൻ ദൂമിന്റെ ക്യാമ്പിലാണ് ബാഫക്ക് തങ്ങൾ താമസിച്ചത്. ഒരു തൂവാര ഉടുക്കുകയും മറ്റൊന്ന് പുടക്കുകയും ചെയ്ത് മരം കൊച്ചുന്ന തണുപ്പിൽ അറഫയിലും മിനയിലും ആദ്യ ദിവസവും കഴിച്ചു കൂട്ടേണ്ടത്. അവസരമായിട്ടും ബാഫക്ക് തങ്ങൾക്ക് അതൊന്നും ഒരു പ്രതിബന്ധമായി തോന്നിയില്ല. കല്ലേറിന് അദ്ദേഹം പുറപ്പെട്ടു. ഇടവും വലവുമായി മമ്മിക്കയും കല്ലട്ടറയും ഉണ്ടായി. ഞാൻ അലിക്കുഞ്ഞ് സാഹിബ് പറയാണ്, ഞാൻ ബക്കർ ജമാലിന്റെ ക്യാമ്പിലായിരുന്നു. ആഫ്രിക്കക്കാർ, അഫ്ഗാനികൾ, തുർക്കികൾ, ബദവികൾ എന്നിവരുടെ തിരക്കിലൂടെ കല്ലെറിയേണ്ടുന്ന സ്ഥലത്ത് അദ്ദേഹം കല്ലെറിഞ്ഞ് 3 ദിവസവും മടങ്ങിയുള്ളൂ. കല്ലേറിന് പോയ പ്രയാസങ്ങൾ മമ്മൂക്കയെയും കല്ലട്ടറയും വിവരിക്കുമ്പോൾ തങ്ങൾ പുഞ്ചിരി തോന്നിക്കൊണ്ടിക്കൊണ്ട് മമ്മൂക്കയെ ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരുന്ന ലക്ഷണമാണ് കാണുന്നത് എന്ന് പറയുകയുണ്ട്. 16-ാം തീയതി മക്കത്തെത്തിയ ബാബക്ക് തങ്ങൾ 973 ജനുവരി 16-ാം തീയതി അറഫേറ്റ് കഴിഞ്ഞ് മിനയിൽ കഴിഞ്ഞ് മക്കത്ത് തിരിച്ചെത്തിയ ബാബക്ക് തങ്ങൾ ഹജ്ജിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. നിഫാമത്തിന്റെ ത്വാഫാണ്. 17-ാം തീയതി സുബഹിക്ക് അഹമ്മിലേക്ക് പോയി. തഹജ്ജുദും സുബഹിയും അവിടെ നിന്ന് നിസ്കരിച്ചു. തന്റെ പതിവ് പ്രകാരമുള്ള ഔറാദുകൾ കഴിഞ്ഞ ശേഷം കഅബ ഇഫാദത്തിന് ത്വാഫ് ചെയ്യാൻ വേണ്ടി മുതിർന്നു. 3 വട്ടം ത്വാഫ് നടത്തിയ ശേഷം തുടരാൻ ജനത്തിരക്ക് മൂലം തന്റെ സ്നേഹാസ്വാസ്ഥ്യം കാരണം തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇഫാദത്തിന് ത്വാഫാണ്, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെ സഹായത്തോടെ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. അന്ന് ളുഹർ നമസ്കാരത്തിന് ശേഷം ഹറമിലേക്ക് പോകാൻ തങ്ങൾക്ക് അവധിലുണ്ടായിരുന്നു. അസറിനും മഗ്‌രിബിനും ഇശാക്കും അദ്ദേഹം ഹറമിലെത്തി നമസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചു. മടങ്ങി താമരസ്ഥലത്തെത്തിയപ്പോൾ കാലിന് കുറെ നീരുണ്ടായിരുന്നു. ഈ സമയത്ത് അവസാനമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബാഫക്ക് തങ്ങൾ പെരുന്നാൾ സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ആ പെരുന്നാൾ സന്ദേശം കൂടി ഞാൻ വായിക്കാം. വിശുദ്ധ മണ്ണിൽ വെച്ച് അസുഖം അനുഭവപ്പെടുമ്പോഴും ബാഫക്ക് തങ്ങൾ നാട്ടിലുള്ള തന്റെ സമുദായത്തിനും തന്റെ നാട്ടുകാർക്കും മുൻകൈയെടുത്ത് രൂപം കൊടുത്ത മുന്നണിയുടെ സർക്കാരിന്റെ കാര്യങ്ങൾ വിസ്മരിച്ചിരുന്നില്ല. കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് മഞ്ചേരി പാർലമെന്റ് സീറ്റിലെ ഒഴിവനുകെത്താൻ സി.എച്ച്. മുഹമ്മദ് സാഹിബും നീലേശ്വരം പറവൂർ അസംബ്ലി മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞമ്പു, കെ ടി ജോർജ് എന്നിവരും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടായിരുന്നു. മക്കയിൽ തങ്ങൾ അയച്ച ഈദ് സന്ദേശത്തിൽ ഈ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ ആഹ്വാനിച്ചു. അക്കാലത്ത് സർക്കാരിനെതിരെ സർക്കാർ ജീവനക്കാർ നടത്തി വന്ന സമരവും തങ്ങൾ ഈദ് സന്ദേശത്തിൽ പരാമർശിച്ചിരുന്നു. തങ്ങൾ ഇങ്ങനെ എഴുതി: തൊഴിലുള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒട്ടും തൊഴിലില്ലാത്തവർ ധാരാളമായി ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്ന കാര്യം എന്ന് തൊഴിലുള്ളവർ മറക്കരുത് എന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഭൂരിപക്ഷത്തിന്റെ തിണ്ണബലത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശം ധ്വംസിക്കുന്നവരെയും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷങ്ങൾക്കും അവകാശമുണ്ടെന്ന് അവസാനത്തെ സന്ദേശത്തിലും തങ്ങൾ എഴുതിയിരുന്നു. അവസാനത്തെ സന്ദേശം ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷത്തെ നിസാരവൽക്കരിക്കരുത്. ഭരണപക്ഷിയെ പോലെ പ്രതിപക്ഷത്തിനും രാജ്യത്ത് അവകാശമുണ്ടെന്ന് അവസാനത്തെ ഈദ് സന്ദേശത്തിലും തങ്ങൾ എഴുതി. 18-ാം തീയതി സുബഹിക്ക് മുമ്പായി തങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചു. തങ്ങൾ ആ സമയം വല്ലാതെ പരവശനായിരുന്നു. നടക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഹറമിലേക്ക് അദ്ദേഹത്തിന് പോകണം. എന്താണ് വഴി? മമ്മൂക്കയുടെയും മറ്റും സമ്പർക്കത്തിന് വഴങ്ങി അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചു. കേയും കല്ലട്ടറയും ഹറമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തങ്ങൾ പുതച്ചു കിടക്കുന്നു. ഉള്ളിൽ ഒരു കിടിലം, ഉള്ളിൽ ശീതമുണ്ട്, പനിയുണ്ടോ എന്നൊരു സംശയം എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ട ഉടനെ MKC അബുഹാക്കി സ്റ്റൗവിൽ കഞ്ഞി പാകം ചെയ്തു. ആ കഞ്ഞി കുടിച്ച് ആ MKC മരിച്ചു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതിനിടയ്ക്ക് എൻ്റെ മലബാർ കലാപം എന്ന പുസ്തകത്തെ പറ്റി അലിക്കുഞ്ഞ് സാഹിബിനോട് ചോദിച്ചു. ലഹളക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പാട്ടിലെ ഏതാനും മൊഴികൾ തങ്ങൾ പനി പിടിച്ച് കിടന്ന് പാടി. കൂടെ തിക്കോടിക്കാരൻ അബ്ദുള്ള ഹാജിയും ഉണ്ടായിരുന്നു. ഉറക്കം 11 മണിക്ക് ഞെട്ടി. വിറയലും പനിയും ശക്തിയായി ഉണ്ടായിരുന്നു. ആ സമയത്ത് രാത്രി മമ്മൂക്കയെ
ഡോക്ടറെ വിളിക്കാൻ തന്റെ അടുക്കൽ ആളയച്ചു. ഇന്ത്യൻ മെഡിക്കൽ മിഷനിലെ ഡോക്ടർ അബ്ദുറഹ്മാൻ വന്നു. പനി 103 ഡിഗ്രി ഉണ്ടായിരുന്നു. രക്തസമ്മർദ്ദം ടോയൗട്ടായിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് വരുത്തി കൊടുത്ത ശേഷം പനി നോർമലായി. ക്ഷീണത്തിന് ആശ്വാസമുണ്ടായി. ഉൾവെടുത്തു. ളുഹറും അസറും നിന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചു. എന്നിട്ട് നിന്നുകൊണ്ട് നിസ്കരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും സത്താർ സേട്ടുവും വന്നു. അവരുമായി കുറെ നേരം സംസാരിച്ചു. തങ്ങൾ താമസ സ്ഥലത്ത് വെച്ച് തന്നെ മഗ്‌രിബ് നമസ്കരിച്ചു, വിശ്രമിച്ചു. വീണ്ടും പനിയും വിറയലും തുടങ്ങി. അപ്പോഴേക്ക് ഡോക്ടർ അബ്ദുറഹ്മാൻ, ഇന്ത്യൻ മെഡിക്കൽ മിഷനിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ഖാനയും കുട്ടി മുറിയിലെത്തി. അവർ ചില മരുന്നുകൾ കൊടുത്തു. അതോടുകൂടെ ഉറങ്ങി. 10:30 മണിക്ക് വീണ്ടും ഉണർന്നു. ഒന്നുവെടുക്കണമെന്ന് പറഞ്ഞു. പരാശ്രയം കൂടാതെ ഒന്നുവെടുക്കുവാൻ സാധ്യമായില്ല. നിന്നുകൊണ്ട് തന്നെ ഐഷ നമസ്കാരം നിർവഹിച്ചു. ജീവിതത്തിലൊരിക്കൽ നമസ്കാരം കളയാത്ത അദ്ദേഹത്തിന്റെ അവസാനത്തെ നമസ്കാരമായിരുന്നു അത്. ആർക്കും ചിന്തിക്കാനായി. നമസ്കാരാനന്തരം ഉറങ്ങാൻ കിടന്നു. 12:30 മണിക്ക് ഉറക്കം ഞെട്ടി. മമ്മൂക്കയെ വിളിക്കാൻ പറഞ്ഞു. അതോടെ മുറിയിലുണ്ടായിരുന്ന കല്ലത്തറയും കുഞ്ഞാമവും ഉണർന്നു. എനിക്ക് വേദന സഹിക്കാനാകുന്നില്ല, എന്ന ദീനരോധനമാണ്. കേൾക്കേണ്ടി വന്നു. ഡോക്ടർ വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് മറുപടി. സംസാരവും മറ്റും കേട്ടപ്പോൾ അടുത്ത മുറിയിലുണ്ടായിരുന്ന മുത്തവഫ് സയ്യിദ് സാലിഹ് മറ്റും മുസാവയും മറ്റും മാനേജർ പൂങ്ങാടൻ അബ്ദുറഹ്മാനും ഉണർന്ന് ഓടിയെത്തി. അവർ ഡോക്ടർ വിളിക്കാൻ ഓടി. അതിനിടെ പുതച്ചു, മൂത്രിച്ചു, ചായ കുടിച്ചു. 15 മിനിറ്റിനകം ഡോക്ടർ അബ്ദുറഹ്മാൻ ശൈഖോയ തങ്ങൾ ഓടിയെത്തി. അവർ ടെമ്പറേച്ചറും രക്തസമ്മർദ്ദവും പരിശോധിച്ചു. ആ സമയത്ത് ടെമ്പറേച്ചറും രക്തസമ്മർദ്ദവും എത്രയുണ്ടെന്ന് തങ്ങൾ അന്വേഷിച്ചു. അവർ മരുന്ന് കുത്തിവെച്ചു. അല്പനേരത്തേക്ക് ആശ്വാസം കണ്ടു. പിന്നെ എന്നെയൊന്ന് വലത്തോട്ട് ചരിച്ചു കിടത്തുകയും മുറിയിലുണ്ടായിരുന്നവർ തങ്ങളെ വലത്തോട്ട് ചരിച്ചു കിടത്തി. മലയാളികൾക്ക് അല്ലാഹു വല്ലാഹുമായി നൽകിയ ലോകത്തിന്റെ 1973 ربنا عليك توكل وإليك أنبنا وإليك الحمد لله رب العالمين. اللهم صل على سيدنا محمد على سيدنا محمد. وافق يا مناك يا رب. ഞങ്ങൾ നന്നാക്കി തരും. ഒരു കടുവ തന്റെ കുട്ടികളെ പോറ്റുന്നത് പോലെ ഞങ്ങളെ പോറ്റി. പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിന്റെ മക്കളാണ്. എല്ലാവരും നല്ല നിലയിൽ കഴിയണം. അവസാനത്തെ സന്ദേശം നൽകിയ കേരളം കണ്ട മഹാനായ ആ വാർത്തയോടുകൂടി നിന്റെ സ്വർഗത്തിൽ ആ വലിയ മനുഷ്യന്റെ ചാരത്തിലേക്ക് നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം.